നമസ്കാരം. സ്വർണ്ണവില കഴിഞ്ഞ കുറേ നാളുകളായി റെക്കോർഡ് ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഇപ്പോൾ ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുതിപ്പ് തുടർന്നാലും എന്ത് വില കൊടുത്തും വാങ്ങിയേ പറ്റൂ എന്ന നിലപാടിലാണ് വിവാഹ പാർട്ടിക്കാർ. സ്വർണ്ണവിലയിലെ ഈ ഒരു കുതിപ്പ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയിൽ സംജാതമായിരിക്കുന്ന അനിശ്ചിതത്വം തന്നെയാണ് സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കുന്നതും. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതും അദ്ദേഹം വിദേശ നയത്തിൽ മാറ്റം വരുത്തിയതെല്ലാമാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. ട്രംപിന്റെ താരിഫ് ഭീഷണി ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപാര യുദ്ധത്തിന് വഴി തെളിയിച്ചിരുന്നു. ഇതോടെ സുരക്ഷിതമായ ആസ്തി എന്ന നിലയിലേക്ക് നിക്ഷേപകർ എല്ലാവരും സ്വർണത്തിലേക്ക് തിരിയുകയുമായിരുന്നു. സ്വർണ്ണവിലയിൽ ഏത് തരം മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി വർദ്ധിച്ചിരിക്കുന്ന സ്വർണ്ണവില ഇന്ന്, അതായത് മാർച്ച് മാസം 21-ാം തീയതി കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റെക്കോർഡ് നിരക്കിലായിരുന്നു സ്വർണം വ്യാപാരമായി നടത്തിയിരുന്നത്. ഇന്ന് 22 കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വിലയിൽ 40 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ കഴിഞ്ഞ ദിവസം 8310 രൂപയായിരുന്ന സ്വർണത്തിന്റെ വില ഇന്ന് മാർച്ച് മാസം 21-ാം തീയതി 8270 കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പവൻ പൊന്നിന് 66,480 രൂപയായിരുന്നു വില. ഇത് 320 രൂപ കുറഞ്ഞതോടെ 66,160 എന്ന നിരക്കിലാണ് സ്വർണം വ്യാപാരം നടത്തുന്നത്. വില കുറഞ്ഞുവെങ്കിലും ഉപഭോക്താക്കൾക്ക് ആശ്വസിക്കാവുന്ന ഇടിവ് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവാഹാവശ്യത്തിന് എല്ലാവരും ആഭരണമായാണ് സ്വർണം വാങ്ങുന്നത്. ഇത് ചിലവ് കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ വില മാത്രം കൊടുത്താൽ പോരാ, GST, ഹോൾമാർക്കിംഗ് ചാർജുകൾ എന്നിവ കൂടാതെ പണിക്കൂലി കൂടി ആഭരണത്തിനായി കൊടുക്കേണ്ടി വരും. ഈ നിലയ്ക്ക് ഇന്നത്തെ വില പ്രകാരം ഒരു പവന്റെ സ്വർണ്ണാഭരണം വാങ്ങിക്കാൻ ഏതാണ്ട് 70,000 മുതൽ 75,000 രൂപ വരെയെങ്കിലും ചെലവാകുമെന്ന ഉറപ്പാണ്. പണിക്കൂലി അനുസരിച്ച് വിലയിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവാഹ പാർട്ടിക്കാർ അത്യാവശ്യം നല്ല ആഭരണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10% പണിക്കൂലിയെങ്കിലും കൊടുക്കേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണവിലയിൽ തന്നെ ആഭരണമായി വാങ്ങുമ്പോൾ കാര്യമായ വർധനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം വില കൂടുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി ജ്വല്ലറികളെല്ലാം പണിക്കൂലിയിൽ ഇളവ് ഉൾപ്പെടെയുള്ള ഓഫറുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എങ്കിലും ഉപഭോക്താക്കൾക്ക് ഏറ്റവും പ്രയോജനപ്രദം ജ്വല്ലറികളിലെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബുക്ക് ചെയ്യുന്ന വിലയ്ക്ക് തന്നെ ഉപഭോക്താക്കളെ സ്വർണം വാങ്ങാൻ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണിത്. കാരണം ഒരു മാസത്തിനിടെയാണ് 4,000, 5,000, 6,000 ഒക്കെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾക്ക് ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക ജ്വല്ലറികളും ഈ സ്കീം ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം വില കൂടിയാലും ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്ക് സ്വർണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വില കുറഞ്ഞാലാകട്ടെ കുറഞ്ഞ വില എന്നാണോ അന്നത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാനും സാധിക്കും.